കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിട്ട് പോകുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ബർണ്ണബാസിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു. നമുക്കറിയാം, പൗലോസിൻ്റെ കൂട്ടാളിയായിട്ട് സുവിശേഷ വേലയിൽ ഓട്ടി നടന്ന് പ്രവർത്തിച്ച അധ്വാനിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ബർണ്ണബാസ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. വിശ്വാസികൾ അവരുടെ വ്യക്തിപരമായിട്ട് അവർക്കുണ്ടായിരുന്ന സ്വത്തും പണമെല്ലാം അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. എന്നിട്ട് ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് അവർക്ക് നൽകപ്പെട്ടു. കോമൺ ഫണ്ടായിരുന്നു. പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും അവർക്കില്ലായിരുന്നു. കോമൺ ഫണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ബർണ്ണബാസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തൻ്റെ സ്വത്തെല്ലാം അത് വിറ്റ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പിന്നീട് സുവിശേഷ വേലയ്ക്കായിട്ട് പൗലോസിനോടൊപ്പവും അല്ലാതെയുമൊക്കെ പല സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെട്ടതിനെക്കുറിച്ച് വായനകളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഈ ബർണ്ണബാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവൻ വിശ്വാസമുള്ളവനായിരുന്നു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. അവൻ നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നു. ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ള, വളരെ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയാക്കുന്നത് കൊമ്പയും കുരിശും അങ്ങനെയുള്ള സാധനങ്ങൾ കൈവശം വെക്കുന്നതുകൊണ്ടൊന്നുമല്ല. നമുക്ക് വസ്ത്രത്താലുള്ള അല്ലെങ്കിൽ ആഭരണങ്ങളാലുള്ള അലങ്കാരത്തേക്കാൾ വിശിഷ്ടമായത് പരിശുദ്ധാത്മാവിനെ അണിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സൗന്ദര്യം, ആന്തരിക സൗന്ദര്യം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ബർണ്ണബാസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. വിശ്വാസമുള്ള വ്യക്തി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി, നന്മ ചെയ്ത് ജീവിച്ച വ്യക്തി. ഹെബ്രായ ലേഖനം 13-ന്റെ 16-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ കർത്താവിന് പ്രീതികരമാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണ് ശരിക്കും ബലി അർപ്പിക്കുക. അല്ലാത്തവർ കുർബാന കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടെന്ന് പറയാം. ബലി അർപ്പിച്ചിട്ടില്ല. ബലി അർപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതും നന്മ ചെയ്ത് ജീവിക്കുന്നതും. അങ്ങനെയുള്ളവരുടെ ബലി അത് ദൈവത്തിന് പ്രീതികരമാണ്. അതിന് ദൈവം വലിയ പ്രതിഫലം നൽകും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പൗലോസും ബർണ്ണബാസും അവർ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. അത്ഭുതകരമായൊരു സൗഖ്യം
ഒരു മുടന്തനുണ്ടായി. ഇത് കണ്ടിട്ട് ജനം വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, ഇതാ മനുഷ്യരൂപത്തിൽ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, മനുഷ്യരൂപത്തിൽ അവതരിച്ച സാക്ഷാൽ ദൈവം. ഇതാണ് യേശുക്രിസ്തു. ഇനി അതിനേക്കാൾ കുറഞ്ഞ ഒരു ശീർഷകം നമുക്ക് യേശുക്രിസ്തുവിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം കൊടുത്ത് അങ്ങനെ ഒരു വിശ്വാസമായിട്ട് നടക്കുന്നവർ രക്ഷപ്പെടാനും പോകുന്നില്ല. സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വസിച്ചവൻ, ഇമ്മാനുവൽ. അതാണ് യേശുവിന് നൽകപ്പെട്ട ആ ഒരു പദവി. ഏതാണ്ട് ഇതുപോലെ ഇവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഇവരെ മനുഷ്യരെ പോലെ കാണപ്പെടുന്നെങ്കിലും ദൈവങ്ങളാണ്. ദൈവങ്ങൾ. ബർണബാസിന് അവർ കൊടുത്ത പേരാണ് സേവൂസ്, ജൂപ്പിറ്റർ, സേവൂസ്. അതുപോലെ പൗലോസിന് കൊടുത്ത ഒരു പേരാണ് ഹെർമസ്, മെർക്കുറി. അവൻ പ്രധാനപ്പെട്ട ഒരു പ്രീച്ചറായിരുന്നതുകൊണ്ട് ദൈവങ്ങളുടെ പേര്, അതും അതിനകത്ത് ഗ്രേഡൊക്കെ കൂടിയതും കുറഞ്ഞതുകൊണ്ട് അതനുസരിച്ച് ഈ രണ്ടു പേർക്കും ദൈവങ്ങളുടെ പേര് കൊടുക്കുന്നത് കാണാൻ പറ്റും. കേട്ടിരിക്കാൻ നല്ല രസമല്ലായിരുന്നോ? ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുക. പക്ഷെ നമ്മൾ കാണുകയാണ്, പൗലോസ് വന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞ് അവരോട് പറഞ്ഞൊരു കാര്യം, മനുഷ്യരെ നിങ്ങൾ എന്നാ ഈ ചെയ്യുന്നത്? ഞങ്ങൾ ദൈവങ്ങളാണോ? ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. ഇന്ന് ദൈവങ്ങളെപ്പോലെ കാണപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാകാം. ശുശ്രൂഷ ചെയ്ത് അവസാനം ദൈവത്തെപ്പോലെ ബാക്കിയുള്ളവർ നമ്മളെ കണ്ടോണം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതല്ല ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടത് എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അവൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങളാരും ദൈവങ്ങളൊന്നുമല്ല, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തോ, ഞങ്ങളെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി, ഞങ്ങൾ ശുശ്രൂഷകർ മാത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാനും അതുപോലെ തന്നെ അപ്പോളോയുമൊക്കെ ശുശ്രൂഷകരാണ്. ഞാൻ നട്ടു, അപ്പോളോ വെള്ളം ഒഴിച്ചു, പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ചെയ്തത് ദൈവമാണ്, വളർത്തിയത് ദൈവമാണ്. ആ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തോണം. ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവിടെ പറയപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 കറതീർന്ന ശുശ്രൂഷ. ഈ 3 കാര്യങ്ങൾ ഇവര് ശിഷ്യന്മാർ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. കറതീർന്ന ശുശ്രൂഷ നടത്തിയ വ്യക്തികളാണ് പൗലോസും ബർണബാസും. നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ ക്ലാവ് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്വാർത്ഥതയിലേക്ക് വീണു പോകാൻ, വേണമെങ്കിൽ ഭോഗാസക്തിയിലേക്ക് വീണു പോകാനൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണമെന്ന്. ഇല്ലെങ്കിൽ ക്ലാവ് പിടിച്ച പാത്രം പോലെ, നമുക്കറിയാം കാസായാണേലും ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വീഞ്ഞൊഴിച്ച് കഴിയുമ്പം അതിനൊരു അരുചി ഉണ്ടാവും. അരുചി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അരുചി നൽകുന്ന ഒരു കാര്യമാണ് ഭോഗാസക്തി എന്നുള്ളത്. എസെക്കിയേൽ 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം വായിച്ചാൽ നമ്മൾ കാണുന്നതാണ്. ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശുശ്രൂഷകരായി നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ്. പണമൊക്കെ നമുക്ക് ആവശ്യത്തിന് ദൈവം തന്നോളും. നമ്മൾ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം, അത് ശുശ്രൂഷകർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികളുടെയൊക്കെ ചങ്കിൽ കയറേണ്ട ഒരു സന്ദേശമാണ്. കാശേ എന്നുള്ള ചിന്ത വിട്ടിട്ട് ഈശോ ഈശോ എന്ന് അധരങ്ങൾ കൊണ്ട് പറഞ്ഞു നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും നമുക്ക് ആവശ്യത്തിലേറെ ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. അല്ല നമ്മളെ പാപ്പരായിട്ട് ജീവിക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഉണ്ടാവും. ദൈവരാജ്യം വളരും. നമ്മുടെയൊക്കെ ചുറ്റുപാട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന വ്യക്തികൾക്ക് നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമുക്ക് ആഗ്രഹിച്ച് അതിനുവേണ്ട കൃപയ്ക്കും
അഭിഷേകത്തിനുമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബർണ്ണബാസിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം.